ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യൂറിന് ഹെഡിങ് കൊടുക്കാം. മെയിൻ ഹെഡിങ് യൂറിന് കൊടുക്കാം. ജസ്റ്റ് ഡെഫിനേഷൻ ആണ് പറയുന്നത്. യൂറിൻ ഈസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് മെറ്റബോളിസം ആൻഡ് ഈസ് ഫോംഡ് ഇൻ കിഡ്നീസ് ടു ബി എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിനേഷൻ. ഓക്കെ, അതായത് യൂറിന്റെ ഡെഫിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. യൂറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റബോളിസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇത് കിഡ്നിയിലാണ് ഫോം ചെയ്യുന്നത്, രൂപം കൊള്ളുന്നത്. യൂറിനേഷൻ വഴിയാണ് പുറന്തള്ളപ്പെടുന്നത്. ഓക്കെ, എന്നിട്ട് പറയാം യൂറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിൻ ഈസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് മെറ്റബോളിസം ആൻഡ് ഈസ് ഫോംഡ് ഇൻ കിഡ്നീസ് ടു ബി എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിനേഷൻ. യൂറിൻ എന്ന് പറഞ്ഞാൽ മെറ്റബോളിസത്തിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇത് കിഡ്നിയിലാണ് ഫോം ചെയ്യുന്നത്. ഇത് യൂറിനേഷൻ വഴിയാണ് പുറന്തള്ളപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം. കമ്പോസിഷൻ ഓഫ് യൂറിൻ. കോമ്പോസിഷൻ ഓഫ് യൂറിൻ ഹെഡിങ് എടുക്കാം. ഓക്കെ, സബ് ഹെഡിങ് കളർ. സബ് ഹെഡിങ് കളർ എന്ന് കൊടുക്കാം. ഓക്കെ, കളർ എന്താന്ന് നോക്കാം. ഇൻ ദാറ്റ് നോർമൽ യൂറിൻ ഈസ് ക്ലിയർ ആൻഡ് സ്ട്രോ കളേർഡ്. ഓക്കെ, നോർമൽ യൂറിന്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിരിക്കും, വളരെ വ്യക്തമുള്ളതായിരിക്കും. അതുപോലെ തന്നെ സ്ട്രോ കളേർഡ് ആയിരിക്കും. സ്ട്രോ കളേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇളം മഞ്ഞ കളർ ആയിരിക്കും. സ്ട്രോ കളേർഡ് എന്ന് പറഞ്ഞാൽ ഇളം മഞ്ഞ കളർ ആയിരിക്കും. ഓക്കെ, നോർമൽ യൂറിൻ ക്ലിയർ ആയിരിക്കും, അതുപോലെ തന്നെ സ്ട്രോ കളേർഡ് ആയിരിക്കും, വളരെ വ്യക്തമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്ട്രോ കളേർഡ് ഇളം മഞ്ഞ കളർ ആയിരിക്കും. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് കണ്ടിന്യൂഷൻ. ദ കളർ ഈസ് ഡ്യൂ ടു ദ പിഗ്മെന്റ് യൂറോക്രോം. ഓക്കെ, ഈ ഇളം മഞ്ഞ കളർ നൽകാൻ സഹായിക്കുന്ന പിഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് യൂറോക്രോം. ഓക്കെ, ഇളം മഞ്ഞ കളർ നൽകാൻ സഹായിക്കുന്ന പിഗ്മെന്റ് ആണ് യൂറോക്രോം. The color is due to the pigment Eurochrome. Full stop. Then continuation. The color is lighter when large amount of water is consumed and darker in fevers and after excessive perspiration. Okay, അതായത് യൂറിന്റെ കളറിലുള്ള വ്യത്യാസങ്ങളാണ് ഈ പറയുന്നത്. അതായത് ലൈറ്റ് കളർ ആയിരിക്കും നമ്മൾ വാട്ടർ വളരെയധികം കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ, മീൻസ് വെള്ളം ധാരാളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് യൂറിന്റെ കളർ ലൈറ്റ് ആകും. ഓക്കെ, ദെൻ ആൻഡ് ഡാർക്കർ ഇൻ ഫീവേഴ്സ്. പക്ഷെ എന്താണ് പനി ഉണ്ടാകുന്ന കണ്ടീഷനുകളിൽ, ഓക്കെ, പനി ഉണ്ടാകുന്ന കണ്ടീഷൻസിലൊക്കെ എന്താണ് ഇത് ഡാർക്കർ ആയിരിക്കും. ഓക്കെ, യൂറിന്റെ കളർ ഡാർക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ആഫ്റ്റർ എക്സസീവ് പെർസ്പിറേഷൻ. പെർസ്പിറേഷൻ എന്നാൽ വിയർപ്പ്. ഓക്കെ, അതായത് മീൻസ് ഫീവർ ഉണ്ടാകുന്ന സമയങ്ങളിൽ വിയർപ്പ് ഉണ്ടാകും. അങ്ങനെ വിയർപ്പിന് ശേഷം എന്താണ് ഈ കളർ എന്താകും, യൂറിന്റെ കളർ എന്താകും, ഡാർക്ക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എക്സസീവ് ആയിട്ടുള്ള പെർസ്പിറേഷൻ നടക്കും, അതുകൊണ്ടാണ് യൂറിന്റെ കളർ ഡാർക്ക് ആയിട്ട് മാറുന്നത്. എക്സസീവ് പെർസ്പിറേഷൻ എന്നാൽ വിയർപ്പ്. ഓക്കെ, വിയർപ്പ് കൂടും. അങ്ങനെയാണ് എന്താ പറയാ ഫീവറിന്റെ കണ്ടീഷൻസിലൊക്കെ യൂറിന് ഡാർക്ക് ആകുന്നത്. ദെൻ ഇൻ ജോണ്ടിസ്, ഫുൾ സ്റ്റോപ്പ് കണ്ടിന്യൂഷൻ. ഇൻ ജോണ്ടിസ് ദ യൂറിൻ ഈസ് യെല്ലോ ഡ്യൂ ടു എക്സ്ക്രീഷൻ ഓഫ് ബൈൽ പിഗ്മെന്റ്സ്. ഓക്കെ, ജോണ്ടിസിന്റെ കേസിൽ മീൻസ് മഞ്ഞപ്പിത്തത്തിന്റെ കേസിൽ യൂറിൻ എന്താണ് യെല്ലോ കളർ ആയിരിക്കും. കാരണം എന്താണ് ബൈൽ പിഗ്മെന്റ്സ് ഓവർ ആയിട്ടുള്ള എക്സ്ക്രീഷൻ കാരണമാണ്. ഓക്കെ, ബൈൽ പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ആകുന്നത് കൊണ്ടാണ് ഈ എന്താ പറയാ ജോണ്ടിസിന്റെ മഞ്ഞപ്പിത്തത്തിന്റെ കേസിൽ യൂറിൻ യെല്ലോ കളറായിട്ട് മഞ്ഞ കളറായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ കണ്ടിന്യൂഷൻ. ഓക്കെ, ഇത്രയാണ് യൂറിന്റെ കളർ, അതായത് കമ്പോസിഷൻ ഓഫ് യൂറിനിലെ ഫസ്റ്റ് പോയിന്റ് കളർ. ഓക്കെ, ഒന്നുകൂടി പറയാം. കളർ ദാറ്റ് നോർമൽ യൂറിൻ ഈസ് ക്ലിയർ ആൻഡ് സ്ട്രോ കളേർഡ്. മീൻസ് എന്താണ് നോർമൽ യൂറിന് ക്ലിയർ ആയിരിക്കും, വളരെ തെളിഞ്ഞ രീതിയിലായിരിക്കും, ഒരു സ്ട്രോ കളേർഡ് ആയിരിക്കും, മീൻസ് ഇളം മഞ്ഞ കളർ ആയിരിക്കും. ദ കളർ ഈസ് ഡ്യൂ ടു ദ പിഗ്മെന്റ് യൂറോക്രോം. ഈ കളറിന് കാരണം ആയിട്ടുള്ള പിഗ്മെന്റ് യൂറോക്രോം എന്ന് പറഞ്ഞ പിഗ്മെന്റ് ആണ്. Then the color is lighter when large amount of water is consumed. Okay, അതായത് ധാരാളം വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ കളർ ലൈറ്റ് ആകും, കളർ കുറയും. ആൻഡ് ഡാർക്കർ ഇൻ ഫീവേഴ്സ് ആൻഡ് ആഫ്റ്റർ എക്സസീവ് പെർസ്പിറേഷൻ. ഓക്കെ, പനിയുടെ കേസിൽ, ഫീവറിന്റെ കേസിൽ എന്താണ് യൂറിന്റെ കളർ ഡാർക്ക് ആകും. കാരണം എക്സസീവ് ആയിട്ടുള്ള പെർസ്പിറേഷൻ നടക്കുന്നുണ്ട്. പെർസ്പിറേഷൻ എക്സസീവ് ആയിട്ടുള്ള വിയർപ്പ് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഡാർക്ക് കളർ ആവുന്നത്. Then in jaundice the urine is yellow due to excretion of bile pigments. ജോണ്ടിസിന്റെ കേസിൽ യൂറിൻ യെല്ലോ കളർ ആണ്, കാരണം എക്സ്ക്രീഷൻ ബൈൽ പിഗ്മെന്റ്സ് പുറന്തള്ളപ്പെടുന്നതുകൊണ്ടാണ്. ഓക്കെ, ദെൻ
നെക്സ്റ്റ് വൺ ഓർഡർ. അടുത്ത കമ്പോസിഷനിലെ അടുത്ത ഘടകം ഓർഡർ. കളർ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റത്തെ ഇൻ ജോണ്ടിസ് ദ യൂറിൻ ഈസ് യെല്ലോ ഡ്യൂ ടു എക്സ്ക്രീഷൻ ഓഫ് ബൈൽ പിഗ്മെന്റ്സ്. അതായത് ജോണ്ടിസിന് മഞ്ഞപ്പിത്തത്തിന്റെ കേസിൽ യൂറിൻ യെല്ലോ കളർ ആയിരിക്കും, കാരണം ബൈൽ പിഗ്മെന്റ്സ് എക്സ്ക്രീറ്റ് ആവുന്നുണ്ട്, പുറന്തള്ളപ്പെടുന്നതുകൊണ്ടാണ്. ക്ലിയർ? ബൈൽ പിഗ്മെന്റിൽ പ്രധാനമായിട്ട് വരുന്നത് ബിലിറുബിൻ. ബിലിറുബിന്റെ എക്സ്ക്രീഷൻ കൂടുന്നതുകൊണ്ടാണ് യെല്ലോ കളർ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഓർഡർ. അടുത്തത് ഓർഡർ എന്ന് കൊടുക്കാം. In that freshly voided urine has a mild aromatic odor. Okay, അതായത് ഫ്രഷ് ആയിട്ട് വോയിഡ് ചെയ്തെന്ന് ഫ്രഷ് ആയിട്ട് പാസ് ചെയ്തിട്ടുള്ള യൂറിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അരോമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഡർ ആണ്. ഓക്കെ, നേർത്ത ഒരു അരോമാറ്റിക് ഓർഡർ ആയിരിക്കും. Then it develops ammoniacal odor on standing due to the formation of ammonia by bacterial decomposition of urea. Okay, യൂറിയയില് മീൻസ് ബാക്ടീരിയയുടെ ഡീകമ്പോസിഷൻ, ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താകും? യൂറിന്റെ ഓർഡർ എന്താകും? അമോണിക്കൽ ആയിട്ടുള്ള ഒരു ഓർഡർ ആയിട്ട് വരും. മീൻസ് അമോണിയയുടെ ഒരു ഓർഡർ ആയിട്ട് മണമായിരിക്കും അല്ലെങ്കിൽ സ്മെല്ലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. മീൻസ് എന്താണ്? ബാക്ടീരിയയുടെ ഡീകമ്പോസിഷൻ യൂറിയയിൽ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മീൻസ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ അമോണിക്കൽ ആയിട്ടുള്ള സ്മെല്ല്, മീൻസ് അമോണിയയുടെ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാം. ദെൻ യൂറിൻ ഇൻ കീറ്റോസിസ് എമിറ്റ്സ് ദ സ്മെൽ ഓഫ് അസറ്റോൺ. ഓക്കെ, കീറ്റോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ യൂറിന്റെ സ്മെൽ എന്തായിരിക്കും? ഒരു അസറ്റോണിന്റെ സ്മെല്ലായിരിക്കും. ഓക്കെ, കീറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീറ്റോൺ ബോഡീസ് ഓവറായിട്ട് പ്രൊഡ്യൂസ് ആകുന്നത്, കീറ്റോൺ ബോഡീസ് ഓവറായിട്ട് പ്രൊഡ്യൂസ് ആകും. ആ ഒരു കണ്ടീഷനിൽ യൂറിന്റെ സ്മെല്ല് അസറ്റോണിന്റെ സ്മെല്ലായിരിക്കും. എന്നോട് പറയാം, ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ്ലി വോയിഡഡ് യൂറിൻ ഹാസ് എ മൈൽഡ് അരോമാറ്റിക് ഓർഡർ. ഇറ്റ് ഡെവലപ്സ് അമോണിക്കൽ ഓർഡർ ഓൺ സ്റ്റാൻഡിംഗ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമോണിയ by bacterial decomposition of urea. Then continuation, urine in ketosis emits the smell of acetone. അതായത് ഫ്രഷ് ആയിട്ട് വോയിഡ് ചെയ്തിരിക്കുന്ന യൂറിന്റെ സ്മെൽ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള സ്മെൽ എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് അരോമാറ്റിക് ഓർഡർ ആയിരിക്കും, നേർത്ത രീതിയിലുള്ള ഒരു അരോമാറ്റിക് ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും. ഓക്കെ, ബാക്ടീരിയയുടെ പ്രസൻസ് യൂറിയയിൽ ഉണ്ടെങ്കിൽ, യൂറിയയിൽ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരു അമോണിക്കൽ ആയിട്ടുള്ള സ്മെല്ലായിരിക്കും ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ കീറ്റോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ, കീറ്റോസിസ് എന്ന് പറഞ്ഞാൽ കീറ്റോൺ ബോഡീസ് ഓവറായിട്ട് യൂറിനിൽ പ്രൊഡ്യൂസ് ആകുന്ന ആ ഒരു കണ്ടീഷനിൽ യൂറിന്റെ സ്മെൽ എന്തായിരിക്കും? അസറ്റോണിന്റെ സ്മെല്ലായിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഒന്നും കൂടി പറയാം. ഫ്രഷ്ലി വോയിഡഡ് യൂറിൻ ഹാസ് എ മൈൽഡ് അരോമാറ്റിക് ഓർഡർ. ഫ്രഷ് ആയിട്ട് പാസ് ചെയ്തിരിക്കുന്ന യൂറിന്റെ സ്മെൽ എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് അരോമാറ്റിക് ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും. ഓക്കെ, then it develops ammonical odor on standing due to the formation of ammonia by bacterial decomposition of urea. ഓക്കെ, അതായത് ഈ യൂറിന്റെ സ്മെല്ല് ചേഞ്ച് ആകുന്നത്, അതായത് യൂറിയയില് ബാക്ടീരിയയുടെ പ്രസൻസ്, ബാക്ടീരിയയുടെ ഡീകമ്പോസിഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, ബാക്ടീരിയയുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ അമോണിയയുടെ ഒരു സ്മെല്ലായിരിക്കും, അമോണിക്കൽ ആയിട്ടുള്ള ഒരു ഓർഡർ ആയിരിക്കും ഫീൽ ചെയ്യാം. ദെൻ യൂറിൻ ഇൻ കീറ്റോസിസ്, അതുപോലെ കീറ്റോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനുള്ള യൂറിന്റെ സ്മെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റോണിന്റെ സ്മെല്ലായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എടുക്കുക, വോളിയം. അടുത്ത കോമ്പോസിഷൻ വോളിയം. ഒന്നാമത്തത് കളർ, രണ്ടാമത്തത് ഓർഡർ, നെക്സ്റ്റ് വൺ വോളിയം. Okay, in that the daily urinary output varies widely and is depend on the fluid intake and environmental conditions. അതായത് ഡെയിലി ആയിട്ടുള്ള യൂറിനറി ഔട്ട്പുട്ട് എപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം എന്താണ്? ഫ്ലൂയിഡ്, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് ഇൻടേക്കിനെയും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കണ്ടീഷൻസിനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ യൂറിനറി ഔട്ട്പുട്ട്, ഡെയിലി ആയിട്ടുള്ള യൂറിനറി ഔട്ട്പുട്ട് വ്യത്യാസപ്പെട്ടായിരിക്കും ഉണ്ടാവുക. The volume excreted varies between 1000 to 2000 ml. എങ്കിലും എന്താണ് അതിന്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
1000 to 2000 ml അതിനിടയിലായിരിക്കും അതിന്റെ ഒരു വേരിയേഷൻസ് ഒക്കെ വരിക. Okay, the volume excreted varies between 1000 to 2000 ml. Okay, ഈ 1000 to 2000 ml ഇടയിലായിരിക്കും അതിന്റെ ഒരു വോളിയം എന്ന് പറഞ്ഞാൽ. Okay, then full stop continuation. Polyuria or increase in the volume of urine to more than 2000 ml is seen in diabetic mellitus. Okay, അതായത് പോളിയൂറിയ അല്ലെങ്കിൽ യൂറിനേഷൻ കൂടുന്നത്. Okay, increase the urine volume. ആ ഒരു ടൈമിൽ മീൻസ് ഡയബറ്റിക് മെൽറ്റസിലൊക്കെയാണ് അത് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ആ കണ്ടീഷൻസിൽ യൂറിൻ വോളിയം എന്താകും 2000 ml കൂടും. ഓക്കെ, മോർ ദാൻ 2000 ml സീൻ ഇൻ ഡയബറ്റിക് മെൽറ്റസ്. ഓക്കെ, പോളിയൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിനേഷൻ കൂടുന്നത്, സോറി യൂറിന്റെ അളവ് കൂടുന്നത്. ഓക്കെ, ആ കണ്ടീഷനിൽ 2000 ml ആയിരിക്കും, ml കൂടുതലായിരിക്കും ഉണ്ടാവുക യൂറിനേഷൻ അല്ലെങ്കിൽ യൂറിന്റെ വാല്യൂ. അത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഡയബറ്റിക് മെൽറ്റസിന്റെ ഒക്കെ കേസിലാണ്. Then continuation, a fall in the urinary output is termed as oliguria when excretion is less than 500 ml, which is found in renal failure, some diseases of the heart, lungs, fevers and diarrhea. Okay, അതുപോലെ തന്നെ യൂറിനറി ഔട്ട്പുട്ട് കുറയുന്നത്. ഓക്കെ, യൂറിൻ വോളിയം അല്ലെങ്കിൽ യൂറിനറി ഔട്ട്പുട്ട് കുറയുക, അതായത് ആ കണ്ടീഷനാണ് ഒളിഗൂറിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒളിഗൂറിയയുടെ കേസിൽ എന്താണ് യൂറിനറി എക്സ്ക്രീഷൻ എത്രയായിരിക്കും 500 ml താഴെയായിരിക്കും, 500 ml താഴെയായിരിക്കും. ഇത് കാണപ്പെടുന്നത് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീനൽ ഫെയിലിയറിൽ കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഹാർട്ടും ലങ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസിലൊക്കെ കാണാം. അതുപോലെ തന്നെ ഫീവർ, ഡയറിയ, ഈ കേസിലെല്ലാം എന്താണ് ഒളിഗൂറിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ കാണാം. അതായത് യൂറിന്റെ വോളിയം കുറയുന്നത്, മീൻസ് 500 ml താഴെയായിട്ട് യൂറിന്റെ ഔട്ട്പുട്ട് വരുന്നത്. Then continuation, full stop, anuria, a complete cessation of urine output is seen in the terminal stage of renal failure. Means ആ സ്റ്റേജിൽ ലെസ് ദാൻ 50 ml താഴെയായിരിക്കും. ഓക്കെ, അനൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആബ്സെൻസ് ആണ്, കംപ്ലീറ്റ് സെസേഷൻ ഓഫ് യൂറിനറി ഔട്ട്പുട്ട് ആണ്. ഓക്കെ, യൂറിൻ ഔട്ട്പുട്ട് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോകുന്ന ആ ഒരു കണ്ടീഷൻ. ഓക്കെ, അത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് റീനൽ ഫെയിലിയറിന്റെ അവസാനത്തെ സ്റ്റേജ്, ടെർമിനൽ സ്റ്റേജിലൊക്കെയാണ്. മീൻസ് അതിൽ 50 ml താഴോട്ടായിട്ടായിരിക്കും യൂറിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഒന്നുകൂടി പറയാം, വോളിയം, the daily urinary output varies widely and is depend on the fluid intake and the environmental conditions. ഓക്കെ, അതായത് ഡെയിലി ഉള്ള യൂറിനറി ഔട്ട്പുട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും, കാരണം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്ലൂയിഡ് ഇൻടേക്കിനെയും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കണ്ടീഷൻസിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് the volume excreted varies between 1000 to 2000 ml. അതായത് ഈ യൂറിന്റെ വോളിയം വ്യത്യാസപ്പെട്ടാണ് എന്ന് പറഞ്ഞു, എങ്കിലും അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 to 2000 ml ഇടയിലായിരിക്കും. Then polyuria or increase in the volume of urine to more than 2000 ml is seen in diabetic mellitus. അതായത് പൊളിയൂറിയ അല്ലെങ്കിൽ വോളിയം യൂറിന്റെ വോളിയം ലെവൽ കൂടുന്നത്. ഓക്കെ, അത് ഒരു മോർ ദാൻ 2000 ml കൂടുതലാണെങ്കിലാണ് അതിനെ പൊളിയൂറിയ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഡയബറ്റിക് മെൽറ്റസിന്റെ ഒക്കെ കേസിലാണ്. മീൻസ് 2000 ml കൂടുതലായിരിക്കും യൂറിനറി ഔട്ട്പുട്ട്. ഓക്കെ, അതാണ് പോളിയൂറിയ. അത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഡയബറ്റിക് മെൽറ്റസിലാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എ ഫാൾ ഇൻ ദ യൂറിനറി ഔട്ട്പുട്ട് ഈസ് ടേംഡ് ആസ് ഒളിഗൂറിയ. യൂറിനറി ഔട്ട്പുട്ട് താഴോട്ട് വരുന്നതിന് അല്ലെങ്കിൽ യൂറിനറി ഔട്ട്പുട്ടിന്റെ ലെവൽ കുറയുന്നതിനെ അതിനെ ഒളിഗൂറിയ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആ കണ്ടീഷൻ ഒളിഗൂറിയന്റെ കേസിൽ എന്താണ് യൂറിനറി വോളിയം എത്രയായിരിക്കും 500 ml താഴെയായിരിക്കും, ലെസ് ദാൻ 500 ml ആയിരിക്കും. ഓക്കെ, ഇത് പ്രധാനമായിട്ട് ഈ ഒളിഗൂറിയ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് റീനൽ ഫെയിലിയറിന്റെ കേസിലും അതുപോലെ തന്നെ ഹാർട്ടും ലങ്സുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസിൽ, ദെൻ ഫീവറിൽ, അതുപോലെ തന്നെ ഡയേറിയ, ഈ കണ്ടീഷൻസിലൊക്കെ ആയിരിക്കും ഒളിഗൂറിയ കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് അനൂറിയ, മീൻസ് എ കംപ്ലീറ്റ് സെസേഷൻ ഓഫ് യൂറിനറി ഔട്ട്പുട്ട്. മീൻസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പേജ് ആണ് പറയുന്നത്. യൂറിനറി ഔട്ട്പുട്ടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പേജിനാണ് അനൂറിയ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് റീനൽ ഫെയിലിയറിന്റെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെയാണ്. മീൻസ് അപ്പോഴത്തേക്കും യൂറിനറി ഔട്ട്പുട്ട് ഒരു ലെസ് ദാൻ 50 ml താഴോട്ടായിരിക്കും. ഓക്കെ, 50 ml താഴെയായിരിക്കും യൂറിനറി ഔട്ട്പുട്ട് വരിക. ക്ലിയർ ആയോ? ഓക്കെ, anuria, a complete cessation of
urine output is seen in the terminal stage of renal failure. അതായത് അനൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സെസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പേജ് ആണ് വരുന്നത്. യൂറിൻ ഔട്ട്പുട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആകുന്നതിനെയാണ് അനൂറിയ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കാണപ്പെടുന്ന റീനൽ ഫെയിലിയറിന്റെ ഒക്കെ ടെർമിനൽ സ്റ്റേജിലാണ്. ടെർമിനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻഡ് സ്റ്റേജിൽ, റീനൽ ഫെയിലിയറിന്റെ ഒക്കെ അവസാനത്തെ സ്റ്റേജിലാണ് ഈ ഒരു കണ്ടീഷൻ കാണപ്പെടുന്നത്. അപ്പം യൂറിന്റെ വാല്യൂ ഒരു ലെസ് ദാൻ 50 ml താഴോട്ടായിരിക്കും. അതായത് 50 ml താഴോട്ടായിരിക്കും യൂറിനറി ഔട്ട്പുട്ട്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് കമ്പോസിഷനിലെ അടുത്ത പോയിന്റ് അപ്പിയറൻസ് നോക്കാം. അടുത്ത ഹെഡിങ് അപ്പിയറൻസ് നോക്കാം. Okay, in that normal urine is ordinarily clear and transparent when freshly voided. ഓൾറെഡി പറഞ്ഞു തന്നെ, കളറിൽ പറഞ്ഞു തന്നെ. അതായത് നോർമൽ ആയിട്ടുള്ള യൂറിന്റെ കളർ യൂറിൻ ക്ലിയർ ആയിരിക്കും, അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. then it may become cloudy on standing because of the precipitation of phosphates. ഓക്കെ, എന്താണ് അപ്പിയറൻസ് എന്ന ക്ലിയർ ആയിരിക്കും, നോർമൽ ആയിട്ടുള്ള എന്താ പറയാ യൂറിൻ ക്ലിയർ ആയിരിക്കും, അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ എന്താണ് ഫോസ്ഫേറ്റിന്റെ പ്രസൻസ്, ഫോസ്ഫേറ്റിന്റെ precipitation ഈ യൂറിനിൽ പ്രസന്റ് ആണെങ്കിൽ ഓക്കെ യൂറിൻ എന്താകും, ക്ലൗഡി ആകും, മീൻസ് എന്താ പറയാ മങ്ങിയ രീതിയിലോട്ട് മാറും. ഓക്കെ, ഫോസ്ഫേറ്റിന്റെ precipitations മീൻസ് ഫോസ്ഫേറ്റിന്റെ പ്രസൻസ് യൂറിനിൽ ഉണ്ടെങ്കിൽ യൂറിന്റെ കളർ എന്താകും, ക്ലൗഡി ആയിട്ട് മാറും, യൂറിൻ ക്ലൗഡി ആയിട്ട് മാറും, മീൻസ് മങ്ങിയ രീതിയിലായിട്ട് മാറും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, അതിൽ തന്നെയാണ് അടുത്ത പോയിന്റ്, യൂറിൻ മേ ബി ടർബിഡ് വെൻ RBCs ഓർ pus cells ആർ പ്രസന്റ്. യൂറിൻ എന്താകും, ടർബിഡ് ആയിട്ട് മാറും. ടർബിഡ് എന്ന് പറഞ്ഞാൽ കലങ്ങിയ രീതിയിലോട്ട് മാറും, അതായത് RBCയോ പസ്സോ യൂറിനിൽ പ്രസന്റ് ആണെങ്കിൽ. ഓക്കെ, യൂറിനിൽ RBC അല്ലെങ്കിൽ pus cells പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, യൂറിൻ ടർബിഡ് ആയിട്ട് മാറും. ടർബിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലങ്ങിയ രീതിയിലോട്ടായിട്ട് മാറും. ഓക്കെ, ഒന്നുകൂടി പറയാം. അപ്പിയറൻസ് that normal urine is ordinarily clear and transparent when freshly voided. ഓൾറെഡി പറഞ്ഞു തന്നെ, ഫ്രഷ് ആയിട്ട് വോയിഡ് ചെയ്തിരിക്കുന്ന യൂറിൻ എന്താണ്, ക്ലിയർ ആയിരിക്കും, അതുപോലെ തന്നെ ട്രാൻസ്പെറന്റും ആയിരിക്കും. ഓക്കെ, ഇറ്റ് മേ ബിക്കം ക്ലൗഡി ഓൺ സ്റ്റാൻഡിങ് ബിക്കോസ് ഓഫ് ദ precipitation of phosphate. ഓക്കെ, ഇത് ക്ലൗഡി ആയിട്ട് മാറുന്നത് ഏത് കേസിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോസ്ഫേറ്റിന്റെ precipitation യൂറിനിൽ പ്രസന്റ് ആണെങ്കിൽ, യൂറിനിൽ ഫോസ്ഫേറ്റിന്റെ precipitations പ്രസന്റ് ആണെങ്കിൽ യൂറിൻ എന്താകും, ക്ലൗഡി ആയിട്ട് മാറും, മീൻസ് മങ്ങിയ രീതിയിലോട്ട് മാറും. then urine may be turbid when RBCs or pus cells are present. യൂറിനിൽ RBCയോ അല്ലെങ്കിൽ pus cells ഒക്കെ ഉണ്ടെങ്കിൽ എന്താകും, അത് ടർബിഡ് ആയിട്ട് മാറും, യൂറിൻ എന്താകും, കലങ്ങിയ രീതിയിലോട്ടായി മാറും. Is it clear? Prisana? pus cells, പസ് എന്ന് പറഞ്ഞാൽ പഴുപ്പുമായി ബന്ധപ്പെട്ട കോശങ്ങൾ. ഓക്കെ, pus cells. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത കോമ്പോസിഷൻ സ്പെസിഫിക് ഗ്രാവിറ്റി. അടുത്ത ഹെഡിങ് സ്പെസിഫിക് ഗ്രാവിറ്റി. Okay, in that specific gravity varies from 1.010 to 1.030 depending upon water and food intake. Okay, specific gravity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതിന്റെ ഒരു ഏകദേശ വാല്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 1.0102 to 1.030. ഓക്കെ, അത്രയാണ് അതിന്റെ വാല്യൂ. ഇത് എന്തിനാണ്, വാട്ടർ ഇൻടേക്കിനെയും ഫുഡ് ഇൻടേക്കിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ വാല്യൂ. വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുക, സ്പെസിഫിക് ഗ്രാവിറ്റി വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുക. അത് ഫുഡിന്റെയും വാട്ടറിന്റെ എല്ലാം ഇൻടേക്കിനെ ആശ്രയിച്ചിട്ടാണ് ഉള്ളത്. അതിന്റെ ഏകദേശം ഒരു വാല്യൂ ആണ് 1.010 to 1.030. ഇത്രയാണ് കോമ്പോസിഷൻ ഓഫ് യൂറിനിൽ വരുന്നത്. Is it clear? 1.010 to 1.030. അതായത് 1.010
1.030 1.010 to 1.030 കിട്ടിയോ? ഓക്കെ, ഇത്രയാണ് കോമ്പോസിഷൻ ഓഫ് യൂറിൻ. അതായത് യൂറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, കളർ, ഓർഡർ, വോളിയം, അപ്പിയറൻസ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. ക്ലിയർ ആയോ? എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്തതിലോട്ട് പോകാം. അലീന, എനിക്ക് കളറ് പറ. ജോണ്ടിസിന്റെ കേസിൽ, മഞ്ഞപ്പിത്തത്തിന്റെ കേസിൽ ബൈൽ പിഗ്മെന്റ് യൂറിനിൽ വരും, അതുകൊണ്ടാണ് യെല്ലോ കളറായിട്ട് വരുന്നത്. ഓക്കെ, അതുല്യ ഓർഡർ പറ. ഓക്കെ, മുസ്ന വോളിയം പറ. എനിക്ക് ഹുസ്ന പറയുന്നത് കേൾക്കുന്നില്ല. ഹുസ്ന മ്യൂട്ട് ചെയ്തോ. ഷെമീന, എനിക്ക് ഷെമീന വോളിയം ഒന്നുകൂടി പറയാം. വോളിയം ഒന്നുകൂടി പറയാം. ഓക്കെ, ഓക്കെ, ഗുഡ്. സോന, അപ്പിയറൻസ് പറ. ഓക്കെ, നിഷാന, സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, മ്യൂട്ട് ചെയ്തോ.
അടുത്ത ഹെഡിങ് കൊടുക്കുക കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് നോർമൽ യൂറിന് ഹെഡിങ് കൊടുക്കാം. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് നോർമൽ യൂറിൻ. യൂറിൻ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നോർമൽ യൂറിൻ ഈസ് കമ്പോസ്ഡ് ഓഫ് വാട്ടർ, ഇൻഓർഗാനിക് സാൾട്ട്സ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ, അതായത് നോർമൽ ആയിട്ടുള്ള യൂറിനിൽ അടങ്ങിയിരിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ വാട്ടർ ഉണ്ടാകും, അതുപോലെ തന്നെ ഇൻഓർഗാനിക് ആയിട്ടുള്ള സാൾട്ട്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാകും. ഓക്കെ, അടുത്തൊരു ഹെഡിങ് കൊടുക്കുക, മേജർ സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക, മേജർ ഇൻഓർഗാനിക് അയൺസ് എന്ന് കൊടുക്കുക. മേജർ ഇൻഓർഗാനിക് അയൺസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, അതില് ആനയോൺസ് എന്ന് കൊടുക്കുക. ആനയോൺസും കാറ്റയോൺസും ഉണ്ട്. ആനയോൺസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ക്ലോറിൻ, Cl മൈനസ് ആനയോൺ ആൻഡ് കാറ്റയോൺ. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, ഓക്കെ, ആനയോൺ എന്ന് നെഗറ്റീവ്. സിമ്പല് Cl. ദെൻ കാറ്റയോൺസിന് സോഡിയം Na പ്ലസ് ഇടുക. ഓക്കെ, ഇനി ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ആനയോൺസിന് ക്ലോറിൻ ഒരു എക്സാമ്പിൾ, കാറ്റയോൺസിന് സോഡിയം ഒരു എക്സാമ്പിൾ. ഓക്കെ, ദെൻ അടുത്ത ഒരു ഹെഡിങ് എടുക്കാം, ഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഓക്കെ, ഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസിൽ വരുന്നത് നോൺ പ്രോട്ടീൻ നൈട്രജൻ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ. ഓക്കെ, അതായത് മേജർ ഇൻഓർഗാനിക് അയോൺസ് എന്ന് പറഞ്ഞാൽ ആനയോൺസും കാറ്റയോൺസിന്. ആനയോൺസിന് ഒരു എക്സാമ്പിൾ ക്ലോറിൻ, ദെൻ കാറ്റയോൺസിന് ഒരു എക്സാമ്പിൾ സോഡിയം. ദെൻ ഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ് എക്സാമ്പിൾ നോൺ പ്രോട്ടീൻ നൈട്രജൻ, യൂറിയ, അതുപോലെ തന്നെ ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ്. ഇതൊക്കെ എന്താണ് ഓർഗാനിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. ഇത്രയും ഘടകങ്ങളൊക്കെയാണ് യൂറിനിൽ അടങ്ങിയിരിക്കുന്നത്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നാളെ തൊട്ട് നമ്മൾ വേറെ കണ്ടീഷൻസും എന്താ പറയാ, ഇത്രയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ബ്ലഡിന്റെ യൂറിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സിലബസിൽ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി വരുന്നത് കണ്ടീഷൻസ് ഒക്കെയാണ് വരുന്നത്. ലിംഫോസൈറ്റ്സ്, എർത്രസൈറ്റ്സ്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. യൂറിനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യൂറിനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോമ്പോസിഷൻ ഓഫ് യൂറിൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹുസ്ന പറയുന്നത് കേൾക്കുന്നില്ല. ഹുസ്ന എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? മനസ്സിലായോ? ഓക്കെ. എങ്കിൽ ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നാളെ കണ്ടീഷൻസിലോട്ട് പോകാം. ഈ യൂറിൻ ബ്ലഡ് നിങ്ങൾ പഠിക്കാം. ക്ലാസ് അതിൻ്റെ ഒക്കെയാണ്. താങ്ക് യു.